ധനകാര്യ വകുപ്പിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പിണറായി സർക്കാരിൽ ധനകാര്യ വകുപ്പിന് ഒരു റോളുമില്ലാതെയെന്ന് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. KSSPA സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി.ഡി. സതീശൻ. പല പദ്ധതികളും ധനകാര്യ വകുപ്പിലേക്ക് അയക്കാതെ ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് പാസാക്കുകയാണ്. അതിന് പിറകിൽ ചില താൽപ്പര്യങ്ങളുണ്ട്. ഒപ്പം സർക്കാരിന്റെ ദുർച്ചെലവ് വർദ്ധിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. വിലക്കയറ്റം കൊണ്ട് 3500 രൂപയ്ക്കും 4000 രൂപയ്ക്കുമുള്ള ചെലവാണ് വർദ്ധിച്ചിരിക്കുന്നത്. ചെലവ് വർദ്ധിച്ചിരിക്കുകയാണ്. അതിനാണല്ലേ ഈ DA ഇതൊക്കെ കൊടുക്കുന്നത്, അതിന് വേണ്ടിയിട്ടല്ലേ. അപ്പം 4000 രൂപയോളം ജീവിത ചെലവ് വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഏറ്റവും രസകരമായ കാര്യം, പല ഫയലുകളും ധനകാര്യ വകുപ്പിൽ പോകുന്നില്ല. പല വകുപ്പുകളും ധനകാര്യ വകുപ്പിലേക്ക് അയക്കാതെ ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് പാസ്സാക്കി കൊണ്ടുപോയാണ്. അതിനെല്ലാം പുറകിൽ പല പല താല്പര്യങ്ങളുണ്ട്. യുവജന കമ്മീഷൻ ചെയർപേഴ്സന്റെ ശമ്പളം സർക്കാർ മുൻകാല പ്രാബല്യത്തോടെ വർദ്ധിപ്പിച്ചു. അതേസമയം തന്നെ ആയിരക്കണക്കിന് യുവാക്കളുടെ ശമ്പളം മുൻകാല പ്രാബല്യത്തോടെ കുറച്ചു. മെഡിസെപ്പ് പദ്ധതിയുടെ പേരിൽ സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും വി.ഡി. സതീശൻ വിമർശിച്ചു. മെഡിസെപ്പ് ശരിക്കും കബളിപ്പിക്കലാണ്. മെഡിസെപ്പിൽ കേരളത്തിലെ അധികം നല്ല ആശുപത്രികളൊന്നുമില്ല. ഇനി ഏതെങ്കിലും നല്ല ആശുപത്രി അതിനകത്തുണ്ടെങ്കിൽ ആ ആശുപത്രിയിൽ നല്ല ഡിപ്പാർട്ട്മെൻറ്റുകളൊന്നും അതിനകത്തില്ല. ഇപ്പം ആശുപത്രി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ ആശുപത്രി പോയത് അവിടെ നിങ്ങൾക്ക് ചികിത്സ കിട്ടില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ചികിത്സ കിട്ടില്ല. ചില ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മാത്രമായി ചുരുക്കിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ആശുപത്രികളെ ഇതിലേക്ക് കൊണ്ടുവരാൻ, ആകർഷിക്കാൻ ഒരു ഹോംവർക്ക് നടന്നിട്ടില്ല. കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം UDF കൺവീനർ MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. KSSPA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സമരപ്രഖ്യാപന സമ്മേളനം നാളെ നടക്കും. KPCC പ്രസിഡന്റ് K. സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. യുക്രൈനിൽ ഹെലികോപ്റ്റർ തകർന്ന് 16 പേർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകളാണ്